അടികിട്ടിയില്ല. എടാ കലോത്സവത്തിന് മാർക്കിടണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഈസി ആയിരിക്കും എന്നറാ. എടാ അവിടെ ചെന്ന് കയറിയപ്പോ അവരൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണ്. എനിക്കെങ്ങനെ അറിയാടാ അതിന്റെ ഉത്തരം? ചത്ത ഞണ്ട മേശപ്പുറത്താ. അയ്യോ അത് ചത്ത ഞണ്ടല്ല, എന്റെ തൊട്ടുപുറത്തൊരു മാമ മാർക്കറ്റായിരുന്നില്ലേ, അങ്ങനെ വെപ്പുമല്ലാണ്. എടാ അങ്ങനെ കിട്ടാത്തന്റെ ഭാഷയ്ക്ക് ആ പല്ലിന്റെ അടുത്തൊന്നും ചെയ്ത് കളയലടാ. എടാ ചവച്ച് തിന്നെങ്കിലും ജീവിക്കട്ടാ. ഇനി വിളിക്കല്ലേ. ഹലോ ചന്ദ്രൻ. അയ്യോ എന്നെ അടിക്കല്ലേ. ഞാൻ ഇനി അമ്മയാണ് ദൈവത്തിനാണ് ഒരു കലോത്സവത്തിന് മാർക്കിടാൻ പോകില്ല. അതല്ലെന്ന്. പിന്നെ ഉച്ചയ്ക്ക് എന്താ പറഞ്ഞത് അവിടെ അടിയും ബഹളമൊക്കെ നടന്നത്? ഉച്ചയ്ക്കാ? എന്റെ പൊന്നി ചേച്ചി, ഉച്ചയ്ക്ക് ഒരു മഴ പെയ്തില്ലായിരുന്ന. ഞാൻ നോക്കിയപ്പോ അവിടെ വലിയൊരു മുത്തുക്കൂട അവിടെ നൂത്ത് വെച്ചേക്കുന്നു. മഴ നനാതിരിക്കാനോ എന്ന് പറഞ്ഞ് ഈ മുത്തുക്കൂട അടിയിലോട്ട് ഞാൻ നൂന്ന് കയറി. അകത്ത് ചെന്നപ്പല്ലേ മനസ്സിലായത് അത് മുത്തുക്കൂട അല്ലായിരുന്നു. പിന്നെ ഒരു കഥകളിക്കാരൻ പാവാടയും കവച്ചു വെച്ചോണ്ട് ഇങ്ങനെ നിന്നല്ലായിരുന്നു. പിന്നെ കീചക വധമല്ലായിരുന്നു അതിനകത്ത് നടന്നത്. കീചവധം ഇവിടെ നടക്കാൻ വന്നത് എന്തോന്ന്? ഇവിടെ താൻ എന്നോട് കാണിച്ച ദ്രോഹത്തിന് ദൈവം പോലും പൊറുക്കത്തിൽ അറിയാമോ? ഞാൻ എന്തോ ദ്രോഹം ചെയ്തില്ല. എനിക്ക് 22 കുട്ടികളുണ്ട്. അതിന്റെ ഉത്തരവാദി ഞാനാണ്. പിന്നെ എന്റെ 22 കുട്ടികൾ മത്സരിച്ചിട്ട് ഒറ്റ കപ്പ് പോലും കിട്ടിയില്ല, അറിയാമോ? താനാ ഉത്തരവാദി. ഒറ്റ കപ്പ് കിട്ടിയില്ലേ? ഇല്ല. അപ്പൊ കപ്പല്ലാന്തര കപ്പ പുഴിയും കഷത്ത് വെച്ചേക്കാണ് ഇത്. അയ്യോ കിട്ടിയതല്ലെന്ന്. പിന്നെ എടുത്തോണ്ട് ഓടിയതാന്ന്. അതെന്തിനെടുത്തോണ്ട് ഓടിയത്? സ്കൂളിൽ ചെല്ലുമ്പോ എന്തായാലും ഒന്ന് പൊക്കി കാണിക്കണ്ടേ? പൊക്കി കാണിക്കാൻ പറ്റിയ സാധനം ഇത്. സാറേ അങ്ങനെ ഒന്നും അവജ്ഞ അടുത്ത് എള്ളി കളയരുത്. എന്തോന്ന്? ഒരുപക്ഷെ സാറിന് ഇതിന്റെ വില അറിയത്തില്ല. ഇതെന്താണെന്ന് സാറിന് അറിയത്തില്ല കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല. ഇല്ല. നിങ്ങളത് മനുഷ്യനെ കളിയാക്കിയാണ്. എന്റെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടു തുടങ്ങിയ സാധനമാണിത്. മനുഷ്യനെ കളിയാക്കിയാണ് നിങ്ങൾ. ക്ഷമിക്കണം, ഞാൻ അപ്പുറത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ സാറേ. ആർക്കടാ ബാറിൽ മദ്യം ഓടിക്കുന്ന കപ്പ് അറിഞ്ഞൂടാത്ത? അതല്ലേ ഇത്? അതല്ലേ എനിക്കത് ഈ മാർക്കട ഇരിക്കുമ്പോ തലയ്ക്കകത്തെ ഇച്ചിരി ആൾ താമസം വേണം, അറിയാവോ? എന്റെ തലമണ്ടയിൽ ആളിനെ കയറ്റി താമസിപ്പിക്കാന് ഇത് ഈശ്വരവിലാസം ലോഡ്ജല്ല, എന്റെ മണ്ടയാണ്. തലം കൂടി ഞാൻ കഴിച്ചു വളർത്തിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഡാൻസിനെ കുറിച്ച് എന്തറിയാം? കേരളം അറിയപ്പെടുന്ന ഒരു ഐറ്റം ഡാൻസറോട് ചോദിച്ച കേട്ടോ. ഐറ്റം ഡാൻസറോ? അതല്ലെന്ന്, എന്റെ മെയിൻ ഐറ്റം ഡാൻസ് ആണെന്ന് പറഞ്ഞത്. ചോദിച്ച കേട്ടോ. എന്തറിയാം? തനിക്കറിയാമോ? ഭരതനാട്യം, മോഹിനിയാട്ടം, കനലാട്ടം, കുഴിനാട്ടും, അരിയാട്ടും. ഒറ്റ ആട്ടടിച്ച് ചെന്നാട്ടല്ല, ചുമലിൽ ചെന്ന് ഒട്ടിയിരുന്നോണ്ട് നിങ്ങൾ കാലാട്ടും. ശ്വാസം ചേർത്ത് പറഞ്ഞതാ പ്രാന്താ. മൂത്ത ഇനമാണ്, സൈഡ് വരാൻ നിന്ന് കൊടുക്കാം. അതായത് എക്സ്ക്യൂസ് മീ, എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാണ്? എന്നെ അറിയത്തില്ല. ഞാനാണ് മണിച്ചി. എനിക്കറിയാം, ഇവിടെ കല്ലുവാതിക്കുള്ള അത് മണിച്ചൻ. ഞാൻ മണിച്ചി. രേഖകളൊക്കെ എന്നെ മണിച്ചേച്ചിന്ന് വിളിക്കും. എന്റെ പൊന്നും മണിയനീച്ചേ. അതല്ല കുണ്ടളംപുഴു. അയ്യോ തേനീച്ചേ. നിങ്ങളെ പേര് പറ ചേച്ചി. എന്റെ പൊന്നു മണിച്ചേനെ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? പറ. എന്താണ് അറിയേണ്ടത്? ഓട്ടം തുള്ളലിന് എന്തുകൊണ്ട് എന്റെ കുട്ടികൾക്ക് മാർക്ക് കൊടുത്തില്ല? ഞാൻ എങ്ങനെ മാർക്കിടും? ഒന്നി ആർട്സ് അല്ലെങ്കിൽ സ്പോർട്സ്. മനസ്സിലായില്ല. ഒന്നി ഓട്ടം അല്ലെങ്കിൽ തുള്ളല്, രണ്ടിനും കൂടെ മാർക്കിടാൻ എനിക്ക് അവിടുന്ന് പൈസ തരുന്നില്ല. സ്പെഷ്യൽ പറഞ്ഞത് തുമ്പോളിച്ചന്ദ്രൻ. എന്റെ പൊന്നു തുമ്പോളിച്ചന്ദ്ര, തങ്ങൾ കലോത്സവത്തിലല്ല ഇരിക്കേണ്ടത്, ഫിലിം ഫെസ്റ്റിവൽ ഇരിക്കേണ്ടതാണ്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, വേണ്ടേ? എന്റെ കൊച്ചു പടച്ച പടത്തിന് ഫസ്റ്റ് പ്രൈസ് ഇതിന് കൊടുക്കേണ്ടതാ. താൻ എന്തുകൊണ്ട് പൈസ കൊടുത്തില്ല? കൊച്ചിന്റെ ചെവിയിട്ട് കഴിഞ്ഞോട്ടല്ല പിടിക്കാൻ കിടിക്ക് റെഡിയായി കളയും. ചലച്ചിത്ര സംബന്ധമായി ഏതെങ്കിലും പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ ആ പേട്ട ചെറുക്കൻ വരച്ചു വെച്ചേക്കണ കണ്ടാ? എന്തായത്? ഒരു ഫിഷർമാൻ ഒരു ആറ്റിലോട്ട് വലയെറിയുന്ന പടം. ആറ്റിലോട്ട് വലയെറിയുന്നതല്ല, പിന്നെ സ്പടിക സിനിമയിൽ മോഹൻലാൽ തുണി വരച്ചടങ്ങി വരച്ചത് ടീച്ചറാ. പൊന്നുമക്കളെ, എന്നെ പോലുള്ള കിഴങ്ങ് ജഡ്ജിമാരെ കൊണ്ട് നിന്റെ ഒരു ഫസ്റ്റ് പ്രൈസ് പോയി കിട്ടിയല്ലടാ. ഇല്ല, ഞാൻ എന്റെ കൊച്ചുവാട്ടിന് അപ്പീലിന് പോകും. ഷെഡിന്റെ സൈഡിൽ കൂടെ അങ്ങ് താഴെ പോണം. പൈപ്പ് വർക്ക് ചെയ്യില്ല, വെള്ളം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം ബക്കറ്റിൽ. എന്തിന്? കൊച്ചിനെ കൊണ്ട് അപ്പിടാൻ പോണെന്ന്. അപ്പീടാനല്ല, കേസ് കൊടുക്കുന്നു. ഇത് തെളിവായത്. ഒരു തെളിവില്ല. ഒരു തെളിവില്ല. അയ്യോ, എന്റെ കൊച്ചിന്റെ പൂതം പോയേ. പൂതോ? അല്ല, അങ്ങനെ കണ്ട് പറയല്ലേ ഭാവി. അയ്യോ, അത് പോയേ. എടാ ലയമില്ലാത്തവനെ. എന്തോന്ന് ടീച്ചറെ ഈ ലയമില്ലാത്തവനെ എന്ന് പറയാ? ശ്രുതി അമ്മ, ലയവച്ചൻ, അതില്ലാത്തവനെന്ന് ഞാൻ വിളിച്ചതാ. അപ്പൊ ഞാൻ ഈ തന്തയിൽ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ റൂട്ട് മാറ്റി വിളിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല. ഹലോ മിസ്റ്റർ തുമ്പോളി. അയ്യോ, ആ വീണ്ടും എന്റെ പൊന്നി ടീച്ചറെ ഞാൻ കാലി പിടിക്കാം. ഇനി എന്നെ അങ്ങനെ വിളിക്കല്ലേ. അങ്ങനെ വിളിക്കുമ്പോഴേ വേറെ എന്തൊക്കെയോ ചേർത്ത് വിളിക്കുന്ന ഒരു ധ്വനി അതിൽ വരുന്നുണ്ട് കേട്ടോ. സാധാ ചന്ദ്ര അത്രയും മതി. സാധാ ചമ്മന്തിയാലും പുളിയമുള വാരി ഇനി വന്നേ. തനിക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? എന്ത് കഴിവുണ്ടോ? അയ്യോ, നാഷണൽ അവാർഡ് കരസ്ഥമാക്കാൻ പോകുന്ന ഒരു കിടിലൻ നാടകത്തിലെ മെയിൻ നടനോടാണ് ചോദ്യം, കഴിവുണ്ടോ എന്ന്. അതേത് നാടകം? കാലനും കണ്ണില്ലേ
ശരിയാ ഉണ്ടായിരുന്ന ഇതുപോലുള്ള ജീവികളൊക്കെ ഉയരോടെ ജീവനോട് ഇവിടെ വെച്ചേക്കത്തില്ല അത് മേപ്പോട്ട് വിളിച്ചേക്കണേ ടീച്ചർ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ അല്ല, കൊമ്പത്തെത്തിക്കണേ എന്ന് അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര ചെണ്ടടിക്കാരനാണ് തന്നെ? പണ്ട് ഞാൻ ചെണ്ട പറന്നടിക്കുമായിരുന്നു നാട്ടുകാരെ പറയുന്ന അടി കൊണ്ടിട്ട് പറക്കുമെന്നാണല്ലോ പറയുന്നത് ഞാൻ തള്ളി വെക്കുന്ന പറയും കളവി ചവിട്ടി താട്ട് ഇറക്കുകയാണല്ലോ ഇത്. അല്ലേ ആ? തബല വായിക്കുവോ തബല വായിക്കുമെന്നാ തബല വായിക്കൂല തബലയ്ക്ക് തിമിരം ഒരു വെള്ളത്തിന്റെ കണ്ണാടി കൊണ്ടോട് അത് കുത്തിയിരുന്ന് വായിക്കോളൂ താൻ കളിയാക്കാന്നോടോ എടോ കുടുംബത്തെ പറഞ്ഞവളാ ഞാൻ അറിയാവോ തനിക്കറിയത്തില്ല 4 കെട്ട് 8 കാര്യമൊക്കെ ഉള്ള കുടുംബമായിട്ടത് എട്ടുകാരിയാ സ്പൈഡർമാൻ്റെ ആരായിട്ട് കുഞ്ഞമ്മയുടെ മോളാക്കി വരും എടാ 8 കെട്ടെന്ന് 8 കേട്ടാ നീ 8 കേട്ട 18 കേട്ട ചേച്ചി എനിക്ക് വേദി നമ്പർ 4 വരെ ഒന്ന് പോണം എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർ അവിടെ കാത്തിരിക്കല്ലേ പോവരുത് അവിടുത്തെ മെയിൻ ജഡ്ജി ഞാനായിരുന്നു എനിക്ക് സ്വീകരണം ഏറ്റുവാങ്ങണം വിടുവല്ലേ? സ്വീകരിക്കാനല്ലെന്ന് എന്നെ സ്വീകരിക്കാനാണ് വിളിക്കുന്നത് കേട്ടാലും കുഴപ്പം സ്വീകരിക്കാനല്ല പിന്നെ എന്തിനു വിളിച്ചത്? പച്ചക്ക് സ്വീകരിക്കാനുള്ള പരിപാടിയാ എന്ന് വെച്ചാ ചൂടാൻ എടാ ഇന്ന് വൈകുന്നേരത്ത് അൽഫാമാടാ നീ ഞാനാ?